രാജ്യത്തിന്റെ അതായത് കേരളത്തിന്റെ അഭിമാനമായി മാറുകയാണ് വിഴിഞ്ഞം. അടുത്ത 10 വർഷം കൊണ്ട് വിഴിഞ്ഞം ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച തുറമുഖമായി മാറുമെന്ന് നിസ്സംശയം പറയാം. 250 കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വിഴിഞ്ഞം തുറമുഖം വളരുമ്പോൾ ലഭിക്കുന്ന നേട്ടം ചില്ലറയായിരിക്കില്ല. ഏറ്റവും ആധുനികവുമായ യന്ത്ര സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന വിഴിഞ്ഞം ആഗോള വ്യാപാര വാണിജ്യ മേഖലകളിൽ കേരളത്തിന്റെ സാധ്യതകൾ പല മടങ്ങ് വർദ്ധിപ്പിക്കും. കൂടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നേതൃത്വത്തിൽ വ്യവസായവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന നീക്കത്തിലാണിപ്പോൾ സർക്കാർ. വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്നതിനായി സംസ്ഥാന തലസ്ഥാനത്ത് 340 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിരിക്കുകയാണ്. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി നിയോഗിച്ചിട്ടുമുണ്ട്. സംസ്ഥാന റവന്യൂ വകുപ്പ് അനുമതി നൽകി കഴിഞ്ഞാൽ തുറമുഖത്ത് നിന്ന് 20 മുതൽ 30 കിലോമീറ്റർ അകലെ വരെ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമിയിൽ അവശ്യാടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കാനുള്ള നടപടികൾ കിൻഫ്ര ആരംഭിക്കും. വ്യവസായ പാർക്കുകൾക്കായി തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ നെയ്യാറ്റിൻകര, ബാലരാമപുരം, കാട്ടാക്കട എന്നിവ ഉൾപ്പെടുന്നു. ഇതിൽ കാട്ടാക്കടയ്ക്കടുത്തുള്ള കുറ്റിച്ചലിൽ ഏകദേശം 100 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. വൻകിട വ്യവസായവൽക്കരണത്തെ പിന്തുണയ്ക്കുന്നതിനായി ജില്ലയിൽ കൂടുതൽ ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കോശി തോമസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇതുവരെ വിവിധ സ്ഥലങ്ങളിലായി 340 ഏക്കർ സ്ഥലം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും റവന്യൂ വകുപ്പിന്റെ അനുമതി ലഭിച്ചതിനു ശേഷം മാത്രമേ ഏറ്റെടുക്കൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. കെട്ടിടങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലായിരിക്കും പ്രാരംഭ ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു. തുറമുഖ നേതൃത്വത്തിലുള്ള വ്യവസായവൽക്കരണത്തിനായി സംസ്ഥാന വ്യവസായ വകുപ്പ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുമുണ്ട്. അതിൽ 8 ടൗൺഷിപ്പുകളുടെ വികസനം നിർദ്ദേശിക്കുന്നു. വിതുര, കോവളം, കാട്ടാക്കട, വെമ്പായം, മംഗലപുരം, കിളിമാനൂർ, കല്ലമ്പലം, നെടുമങ്ങാട് ഈ സ്ഥലങ്ങളും ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ പദ്ധതിയുടെ ഭാഗമാണ്. അടുത്തിടെ വിഴിഞ്ഞം കോൺക്ലേവിനായി എത്തിയ നിക്ഷേപകർ തുറമുഖത്തിന് സമീപം ലോജിസ്റ്റിക് പാർക്കുകൾ, പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, വെയർ ഹൗസുകൾ, നിർമ്മാണ വ്യവസായങ്ങൾ എന്നിവ ആരംഭിക്കുന്നതിൽ താൽപര്യം പ്രകടിപ്പിച്ചു. കോൺക്ലേവിൽ നിക്ഷേപകരിൽ നിന്ന് 51 നിർദ്ദേശങ്ങളും ലഭിച്ചിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിലെ വെല്ലുവിളികളെക്കുറിച്ച് ഇനി നോക്കാം. വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തെ പിന്തുണയ്ക്കുന്നതിനായി കൂടുതൽ ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല സംസ്ഥാനമൊട്ടാകെ വ്യവസായിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടും. NH-66 പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നതോടെ വ്യവസായവൽക്കരണം മറ്റു ജില്ലകളിലേക്കും വ്യാപിക്കും. എന്നിരുന്നാലും ഭൂമിയുടെ വിലയിലെ വർധനവ് ഭൂമി ഏറ്റെടുക്കൽ ബുദ്ധിമുട്ടാക്കുന്നു. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭൂ ഉടമകൾ അവരുടെ വില നിർണ്ണയം പുനഃപരിശോധിക്കണം. ജില്ലയിലെ ഭൂമി ലഭ്യത വ്യവസായിക ആവശ്യങ്ങൾക്കായി ഒപ്റ്റിമൈസ് ചെയ്യുന്നുവെങ്കിലും തുറമുഖത്തിനടുത്തുള്ള ഉയർന്ന ഭൂമി വിലകൾ ഒരാശങ്കയായി തുടരുന്നുവെന്ന് വ്യവസായിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് നിർദ്ദേശിച്ച ലാൻഡ് പൂളിംഗ് രീതിക്ക് പകരം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നേരിട്ട് ഭൂമി ഏറ്റെടുക്കൽ ആലോചിക്കുകയാണ്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള ഇരുവശത്തും പദ്ധതിയിട്ടിരിക്കുന്ന ഔട്ടർ റിംഗ്, ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ വികസിപ്പിക്കും. വിഴിഞ്ഞത്ത് 6.3 ചതുരശ്ര കിലോമീറ്റർ ലോജിസ്റ്റിക്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹബ്ബ് സ്ഥാപിക്കും. അതേസമയം കോവളത്ത് 4.01 ചതുരശ്ര കിലോമീറ്റർ ഹെൽത്ത് ടൂറിസം ഹബ്ബ് ആസൂത്രണം ചെയ്തിട്ടുമുണ്ട്. കിൻഫ്രയുടെ നേതൃത്വത്തിലുള്ള പദ്ധതികൾക്ക് പുറമെ അദാനി പ്രഖ്യാപിച്ച പ്രത്യേക സാമ്പത്തിക മേഖല ഉൾപ്പെടെ നിരവധി പദ്ധതികൾ പരിഗണനയിലുമുണ്ട്. ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, മറ്റ് നിരവധി പദ്ധതികൾ എന്നിവയും പരിഗണനയിലുണ്ട്.